ഹലോ, ലിസ്വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഒരു ജാക്കറ്റിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ് തയ്ക്കാനായിട്ട് പോകുന്നത്. അത് അംബ്രല്ല കട്ടിംഗ് ആയിട്ടാണ് തയ്ക്കുന്നത്. ഈ ടോപ്പിൻ്റെ ഇറക്കം 45 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അതിൽ അംബ്രല്ല കട്ടിംഗ് ആകുമ്പോൾ മുകളിലത്തെ പാർട്ടും താഴത്തെ പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ താഴത്തെ പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. താഴത്തെ പാർട്ടിന് അരവണ്ണം നമുക്ക് മുറിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആകെ 45 വരുമ്പോൾ മുകളിലത്തെ പാർട്ട് ഒരു 15. ഇപ്പോൾ 45-ന് 15 പോയാൽ പിന്നെ 30-ൻ്റെ കൂടെ ഒരു തയ്യൽ തുമ്പ് 2 വശത്തും അടിയിലും മുകളിലും കൂടെ തയ്യൽ തുമ്പ് വരുമ്പോൾ ഒന്നും കൂടെ അങ്ങനെ 31 ഇഞ്ച്. 31 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് അരവണ്ണം മുകളിൽ മുറിച്ച് കളയുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 9 ഇഞ്ചും കൂടെ, അങ്ങനെ 31, 9, 40 ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മളിവിടെ തുണി എടുത്തിരിക്കുന്നത്. അങ്ങനെ 40 ഇഞ്ച് ഇറക്കത്തിൽ താഴോട്ട് ഇട്ടിട്ട് താഴോട്ട് മടക്കിയെടുത്ത് പിന്നെ ക്രോസായിട്ടിടണം. ക്രോസായിട്ട് ഇപ്പം മടക്കിയിട്ടിരിക്കുക. ഇനി നമുക്കിതിൻ്റെ ഇറക്കമാണ് എടുക്കേണ്ടത്. ഇറക്കം നമ്മൾ മൊത്തം പറഞ്ഞു 40 ഇഞ്ച് ഇറക്കം. മുകളിലത്തേത് കൂടെ കൂട്ടിയാണ് കേട്ടോ 40 പറഞ്ഞേക്കുന്നത്. 40 അങ്ങനെ പല ഭാഗത്തും കൂടെ അറ്റം പിടിച്ചിട്ട് മാറ്റി മാറ്റി അടയാളപ്പെടുത്താം. ഇനി മുകൾ ഭാഗത്ത് ഒരു 9 ഇഞ്ച് താത്തി ഇപ്പോൾ വരച്ചിരിക്കുന്നത് പോലെ തന്നെ ക്രോസായിട്ട് പല ഭാഗത്തും അടയാളപ്പെടുത്തി വരയ്ക്കണം. ഈ ടോപ്പിന് നമുക്ക് അരവണ്ണം ഒരു 28 ഇഞ്ചൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് 9 എടുത്താൽ നമുക്ക് ആവശ്യത്തിന് കിട്ടും. തുമ്പും കൂടെ അടിക്കാനുള്ള തുമ്പും കൂടെ കൂടുതൽ കിട്ടുന്നതാണ്. അപ്പം ഇനി നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതോടെ നമുക്ക് വെട്ടിയെടുക്കാം. ഇനി ലൈനിങ്ങും ഇതുപോലെ തന്നെ മടക്കി ഇട്ടിട്ട് നമുക്ക് ലൈനിങ്ങും കൂടെ വെട്ടിയെടുക്കാം. ലൈനിങ് നമ്മൾ 4ആയിട്ട് താഴോട്ട് മടക്കി അത് കഴിഞ്ഞ് ക്രോസായിട്ടും മടക്കി ഇട്ടു. എന്നിട്ട് ആദ്യത്തെ മുകളിലേക്ക് നമ്മൾ ആദ്യം വെട്ടി വെച്ചിരിക്കുന്ന നല്ല പീസ് എടുത്തു വെക്കുക. അതിൻ്റെ മുകൾ ഭാഗം ഒപ്പമായിരിക്കണം. അടിഭാഗം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മുകൾ ഭാഗം ഒപ്പമായിരിക്കണം. അങ്ങനെ എടുത്തു വെച്ചിട്ട് അവിടെ നിങ്ങൾ വെട്ടിയെടുക്കാം. ഇനി മുകളിലത്തെ പീസ് കുറച്ച് മുകളിലത്തെ പീസ് മാത്രം കുറച്ച് മുകളിലേക്ക് കയറ്റി വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ അടിയിലത്തെ ലൈനിങ്ങിന് മുകളിലത്തെ പീസിൻ്റെ അത്ര ഇറക്കം വേണ്ടല്ലോ. അപ്പം മുകളിലോട്ട് കുറച്ച് കയറ്റി വെച്ചിട്ട് നമുക്ക് അടി ആദ്യത്തേൻ്റെ അതേ പാടിൽ കൂടെ വെട്ടിയെടുക്കാം. ഇനി നമുക്ക് അടിയിലത്തെ പാർട്ട് വെട്ടി വെച്ച ഭാഗം എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുകളിലത്തെ പാർട്ടാണ് വെട്ടേണ്ടത്. മുകളിലത്തെ പാർട്ടിന് നമുക്ക് ഇറക്കം വേണ്ടിയത് 15 ഇഞ്ച് ഇറക്കമാണ് വേണ്ടിയത്. അപ്പം നമ്മൾ 16 ഇഞ്ച് ഇറക്കത്തിൽ ഞാനൊരു പീസ് വെട്ടി വെച്ചതാണ്. ലൈനിങ് പീസാണത്. അതിന് വണ്ണം 10 ഇഞ്ചും 10 ഇഞ്ച് വണ്ണത്തിൽ 16 ഇഞ്ച് ഇറക്കത്തിൽ 4ആയിട്ട് മടക്കി വെച്ചേക്കുന്നു. 16 ഇഞ്ച് ഇറക്കം, 10 ഇഞ്ച് വണ്ണം. നമ്മളിപ്പോൾ ഷോൾഡറാണ് എടുക്കാൻ പോകുന്നത്. ഷോൾഡർ എടുക്കുന്നത് ഒരു 6.25 ഇഞ്ച് അടയാളപ്പെടുത്തുക. താഴോട്ടും ഒരു 6.25 അടയാളപ്പെടുത്താം. ഇനി കൈക്കുഴി ഒരു 6.5 ഇഞ്ച് കൈക്കുഴി. നമ്മളിനി മാർക്ക് ചെയ്തിരിക്കുന്നത് കൂട്ടി യോജിപ്പിക്കാം. ഇനി കഴുത്ത് നമ്മൾ പിന്നെയാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ കൈക്കുഴി അങ്ങോട്ട് വെട്ടിയെടുക്കാം. അടിഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ വരച്ചിരിക്കുന്നിടത്തോട്ട് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് വെട്ടിക്കളയാം. ഇനി ഇതുപോലെ തന്നെ വെച്ച് നമുക്ക് നല്ല പീസും കൂടെ വെട്ടിവെക്കാം. നമ്മൾ ആ ലൈനിങ് വെച്ചിട്ട് 2 പീസ് മുകളിലത്തേന് വേണ്ടി നല്ല പീസ് വെട്ടിയെടുത്തിരിക്കുക. ആ ലൈനിങ് ആദ്യം വെട്ടി വരുന്നത് എങ്ങനെ കാണിച്ചിരുന്നോ അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മളിവിടെ വെട്ടിയെടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ, രണ്ടിൻ്റെയും സെൻറ്റർ അടയാളപ്പെടുത്തണം. ലൈനിങ്ങിൻ്റെയും വേണം, നല്ല പീസിൻ്റെയും നടുഭാഗം നമുക്ക് അടയാളപ്പെടുത്താം. ഇനി കൈയാണ് വെട്ടേണ്ടിയുള്ളത്. ഒരു ചെറിയ കൈ മതി, ഒരു 4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കൈ മതി. അപ്പോൾ അതിനുള്ള നമുക്ക് തുണിയെടുക്കാം. ഇനി നമ്മൾ കൈയാണ് എടുക്കാൻ പോകുന്നത്. കൈക്ക് വേണ്ടിയത് 4 ഇഞ്ച് ആണ് ഇറക്കം വേണ്ടിയത്. ഒരു 6 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തുക.
ഇപ്പോഴത്തെ സൈഡിലും 6 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി വണ്ണം നമുക്കൊരു 8.5 ഇഞ്ച് വണ്ണം എടുക്കണം. അതും താഴെയും മുകളിലും വേണം ആ 8.5 എടുക്കാൻ. ഇനി നമുക്ക് അവിടെ നിന്ന് 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ല, അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാം. ചിലടത്ത് 3.5 എടുക്കാറുണ്ട്, പക്ഷേ ഇത് ചെറിയ കൈയല്ലേ, അപ്പോൾ ഇതിന് 3 മതി. അതുകൊണ്ടാണ് ഇവിടെ 3 എടുത്തിരിക്കുന്നത്. നേരൊരു രേഖ എടുത്താൽ മതി. അത് നമ്മൾ ആ കർവ് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു 2 ഇഞ്ചൊക്കെ നേരെ വരണം. അവിടെ എന്നിട്ട് വേണം പിന്നെ താഴോട്ട് വളച്ചെടുക്കാനായിട്ട്. കൈയ്ക്ക് അടിഭാഗത്ത് നമുക്ക് 8.5 നമ്മൾ എടുത്തിരിക്കുന്നത്. 8.5 വേണ്ട, നമുക്ക് പിന്നെ ഒരു 5.5 കൈക്ക് വണ്ണം എടുക്കുന്നത്. അതിന് തുമ്പും കൂടെ കൂട്ടി നമ്മളൊരു 7 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്താം. കൈയുടെ അടിഭാഗവും മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം കൂടെ കൂട്ടി വയ്പ്പിക്കാം. ഇനി നമുക്ക് വെട്ടിയെടുക്കാം. നമ്മളിനി തയ്ക്കാനായിട്ട് പോവുകയാണ്. അതിൽ കഴുത്താണ് ആദ്യം തയ്ക്കുന്നത്. കഴുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട് കഴുത്ത് തയ്ക്കാൻ ഒരു ക്യാൻവാസ് എടുത്തിരിക്കുകയാണ്. അത് 2ആയിട്ട് മടക്കിയിട്ടിട്ട് ഒരു 3 ഇഞ്ച് പിന്നെ അകലവും 6 ഇഞ്ച് താഴ്ചയും എടുത്ത് ഒരു ബോക്സ് പോലെ ആക്കുക. ഇനി യു ഷേപ്പിൽ ഷേപ്പാക്കുക. ഇനി അതിൽ നിന്ന് 3/4 ഇഞ്ച് പിന്നെ മാറ്റി മാർക്ക് ചെയ്യാം. ഇനി അത് വെട്ടിയെടുക്കാം. നമ്മൾ അങ്ങനെ അവിടെ മുകളിൽ കുറച്ച് വെച്ചിരിക്കുന്ന എന്തിനാ വെച്ചാൽ നമ്മൾ തുണിയിലേക്ക് തേച്ച് പിടിപ്പിക്കുമ്പോൾ അത് കഴുത്ത് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എക്സ്ട്രാ ഒരു പീസ് തുണി എടുത്തിട്ട് അതിലേക്ക് ഇപ്പം നമ്മൾ ക്യാൻവാസ് വെട്ടിയെടുത്തിരിക്കുന്ന കഴുത്ത് തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ വെക്കുമ്പോൾ കഴുത്തിൻ്റെ അകലം വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ ആ പീസ് വെക്കുന്നത്. അത് നമ്മൾ കണ്ടിച്ച് കളയുന്നതാണ്. ഇത് തുണിയെ നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ എക്സ്ട്രാ പുറയിലുള്ള പീസ് വെട്ടിക്കളഞ്ഞു. ഇനി നമുക്കത് ആ പീസ് നമ്മൾ ആ ക്യാൻവാസിലേക്ക് മടക്കി വെച്ചിട്ട് തയ്ക്കണം. കഴുത്ത് അടിച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ നമുക്ക് സെൻറ്റർ ഭാഗം കാണണം. കറുപ്പായതുകൊണ്ട് നമ്മൾ അടിക്കുമ്പോൾ പിന്നെ കാണാൻ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് അത് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് തയ്ച്ചു പിടിപ്പിച്ചിരിക്കുന്ന കഴുത്ത് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് വെട്ടി വെച്ചിരിക്കുന്ന ഫ്രണ്ട് പീസിൻ്റെ ആദ്യം ലൈനിങ് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് നല്ല പീസ് വെക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ആ കഴുത്ത് നമ്മൾ തയ്ച്ചു അതിൻ്റെ ആ പീസിൻ്റെ സെൻറ്ററും ഇപ്പം നമ്മൾ കഴുത്ത് തയ്ച്ചു വെച്ചിരിക്കുന്നതിൻ്റെ സെൻറ്ററും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ക്യാൻവാസിനോട് ചേർന്ന് കഴുത്തടിച്ചുവിടാം. ക്യാൻവാസ് വെച്ച് കഴുത്ത് നമ്മൾ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ ക്യാൻവാസിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 1/4 ഇഞ്ച് തുമ്പ് വിട്ടിട്ട് വെട്ടി എടുക്കുക. ശരിക്കും വളഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അതിലൂടെ ഓരോ വിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് പീസിലെ കഴുത്താണ് പിടിപ്പിക്കേണ്ടത്. അതിന് നമുക്ക് ലൈനിങ് എടുക്കുക. ലൈനിങ് മടക്കിയിട്ടിട്ട് നമുക്കതിൽ കഴുത്ത് അടയാളപ്പെടുത്തണം. ബാക്ക് പീസിൽ നമുക്ക് ക്യാൻവാസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. വെറുതെ അതിൻ്റെ ലൈനിങ്ങിൽ നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്തിയാൽ മതി. കഴുത്തിൻ്റെ അകലം 3 ഇഞ്ചും താഴ്ച 5 ഇഞ്ചും. അത് സാധാരണ ആക്കുന്ന പോലെ ബോക്സ് ആക്കുക. യു ഷേപ്പ് കൊടുക്കുക. അതിൻ്റെ നടുഭാഗം നല്ലോണം കൈകൊണ്ട് പ്രസ് ചെയ്ത് മാർക്ക് വീഴ്ത്തുക. നമുക്ക് സിബ് വെക്കേണ്ടതാണ്. അതുകൊണ്ട് മാർക്ക് വീഴ്ത്തിയിട്ട് അവിടെ നമുക്ക് ആ ചോക്ക് കൊണ്ടൊരു മാർക്ക് കൂടെ കൊടുക്കാം. അത് ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്നത് തിരിച്ച് മടക്കാമെങ്കിൽ മറുവശത്തും കൂടെ ആ കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ പാട് വീഴും. ഇനി അത് വരച്ചെടുക്കാം. അതിലൂടെ
ഇനി നമ്മൾ ബാക്കിൻ്റെ കഴുത്താണ് തയ്ക്കാൻ പോകുന്നത്. അതിൽ നല്ല പീസ് ആദ്യം വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെക്കുക. ലൈനിങ് വെച്ചിട്ട് കഴുത്ത് നമ്മൾ വരച്ചിരിക്കുന്നതിൽ തയ്ച്ചെടുക്കണം. പിന്നെ താഴേക്ക് സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ് വരയിട്ടേക്കുന്നത്. അത് സിബിൻ്റെ ആ വരയിട്ടിരിക്കുന്നതിൻ്റെ 4 ഇഞ്ച് അപ്പുറത്തൂടെയും 4 ഇഞ്ച് ഇപ്പുറത്തൂടെയും തയ്ച്ചു വിടണം. ബാക്കിലെ കഴുത്ത് നമ്മളിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെട്ടിയെടുക്കണം. ആ അടിപ്പേ കൂടാതെ 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് അതിൽ വെട്ടിയെടുക്കാം. അതുപോലെ തന്നെ താഴെ നമ്മൾ വരച്ചിരിക്കുന്നതിൽ വേണം വെട്ടാനായിട്ട്. അതിൻ്റെ 2 സൈഡിൽ കൂടെ ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അടിപ്പേ കൊള്ളാതെ വെട്ടിയെടുക്കാം. അവിടെ മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വെട്ടിക്കൊടുക്കാം. ഇനി നടുക്കൂടെ താഴേക്കും വെട്ടിക്കൊടുക്കാം. ഈ ലൈനിങ് അടിയിലേക്ക് ആക്കിയിട്ട് നമുക്കത് മറിച്ചെടുക്കാം. ഇനി നമ്മൾ സിബ് വെക്കാനായിട്ടാണ് നോക്കുന്നത്. സിബ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വശത്തിൻ്റെ മാത്രം സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. കഴുത്തടക്കം കഴുത്തിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ അങ്ങോട്ട് ഒന്നങ്ങ് അടിച്ചു കൊടുക്കാം. മറ്റേ വശത്തേത് നമ്മൾ ആദ്യം അടിക്കരുത്. കഴുത്ത് മുതൽ അടിച്ചിങ്ങ് വന്നിട്ട് സിബ് വെച്ച് അങ്ങനെ അടിച്ചു വരണം. പിന്നെ രണ്ടാമത്തെ പീസ് ഇപ്പോൾ അടിച്ച പീസ് വരുന്നത് കുറച്ച് മുകളിലേക്ക്, സിബ് കാണാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് ആ സിബെ കൊള്ളാതെ അങ്ങനെ വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരടുപ്പൂടെ വന്നേക്കുന്നത്. മറ്റിടത്ത് ഒരടുപ്പ് മതി. ബാക്കിലത്തെ കഴുത്ത് നമ്മൾ തയ്ച്ചിരിക്കുകയാണ്. അതുപോലെ സിബും പിടിപ്പിച്ചിട്ടുണ്ട്. സിബ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉണ്ട്. ഒരു പീസ് മറ്റേതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചപ്പോൾ ആ സിബ് വെച്ചിരിക്കുന്നത് കാണിയാൽ. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ കഴുത്ത് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, മറിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസിൻ്റെ ഷോൾഡർ എടുത്തു വെക്കുക. മറിച്ച് കഴുത്ത് വെച്ച് തയ്ച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെച്ചിട്ട് വേണം തയ്ക്കാൻ. അങ്ങനെ ഷോൾഡർ അടിക്കുക 2 വശവും. ഷോൾഡർ ഇതാ കൂട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്രണ്ടിലത്തെ കഴുത്തിൻ്റെ ക്യാൻവാസ് വെച്ച് അടിച്ചില്ലേ, അത് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ആദ്യം സൈഡിൽ കൂടെയും പിന്നെ മറ്റേ തുമ്പിൽ കൂടെയും ഒന്നും കൂടെ അടിക്കുക. ഒന്ന് അതിലൂടെ മറിച്ച് വെച്ചിട്ട് അതിലൂടെ അടിച്ചു കൊടുക്കുക. നമ്മൾ ഷോൾഡർ തമ്മിൽ കൂട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയും മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് പിടിപ്പിക്കേണ്ടത്. കൈക്ക് 4 ഇഞ്ച് ഇറക്കമാണ് വേണ്ടിയത്. 4.5 ഇട്ടിട്ട് ബാക്കി അടിയിലേക്ക് മടക്കി അടിക്കാം. കൈയുടെ ഇറക്കം 4.5 വേണ്ടിയത്, 4 വേണ്ടിയത്. അപ്പോൾ 4.5 ഇട്ടിട്ട് മടക്കി അടിക്കാം. 2 കൈയും അതുപോലെ മടക്കി അടിക്കുക. കൈ നമ്മൾ അടിച്ചിട്ടുണ്ട്, പടി അടിച്ചിട്ടുണ്ട്. അത് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം, മുൻവശം മാത്രം കുറച്ച് വെട്ടുക. അവിടെ നമുക്കൊരു മാർക്ക് കൊടുക്കാം. കൈ എടുത്ത് പിടിപ്പിക്കാം. ഷോൾഡറിലേക്ക് കൈ പിടിപ്പിക്കാം. രണ്ടിൻ്റെയും സെൻറ്റർ ഒരുമിച്ച് വെച്ചിട്ട് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ തയ്ക്കാൻ തുടങ്ങേണ്ടത്. 2 വശത്തേക്കും തയ്ച്ച് വരിക. കൈ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ണമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇത് 32 ഇഞ്ച് വണ്ണമുള്ള ആളാണ്. 32ൻ്റെ കൂടെ നമ്മളൊരു 3 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 35ൻ്റെ പകുതിയാണ് 17.5 മുകളിലെ വണ്ണം എടുക്കുന്നത്. അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് 14.5. 17.5 നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ 14.5 അടിയിലത്തെ വണ്ണം എടുക്കുന്നത്. കൈയുടെ വണ്ണം ഒരു 5.5 കൈവണ്ണം എടുത്തിട്ട് അത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഒരു വശം മാത്രം അടിക്കുക. മറ്റേ വശം നമുക്ക് അടിയിലത്തെ പീസൂടെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അടിക്കുന്നത്. ഇനി നമ്മൾക്ക് അടിഭാഗവും മോൾഭാഗവും കൂടെ കൂട്ടി പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അടിയിലത്തെ നല്ല പീസ് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുകളിലത്തെ പാർട്ട് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് അടിയിലത്തെ ലൈനിങ് വെച്ചിട്ട്
അടിക്കാം. നമ്മൾ അടിയിലത്തെ പാർട്ടും മുകളിലത്തെ പാർട്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി പിന്നെ ആ ലൈനിങ് എടുത്ത് ഉള്ളിലേക്ക് മറിച്ചിടുമ്പോൾ ഉണ്ടോ അതിൻ്റെ തുമ്പ് ഒളിഞ്ഞു പൊക്കോളും. അരഭാഗത്തെ തുമ്പ് മേത്തൊന്നും കൊള്ളാതെ അത് മറിഞ്ഞ് കിട്ടിക്കോളും. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ലൈനിങ് വെക്കുന്നത്. ഇപ്പോൾ കണ്ടോ അതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് മറ്റേ സൈഡും കൂടെ കൂട്ടി പിടിപ്പിക്കുക എന്നുള്ളതാണ്. സിബ് നമുക്ക് മുറിച്ച് കളയാം. അത് ആദ്യമേ മുറിക്കാതിരുന്നതിനാന്ന് വെച്ചാൽ മറ്റേ ഭാഗം വിട്ടു പോരുമോ എന്ന് പേടിച്ചിട്ടാണ്. ഇനി അത് മുറിച്ച് കളയാം. നമ്മൾ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ അടിച്ച് താഴെ വരെ അടിക്കുക. പിന്നെ അതിൻ്റെ അടിഭാഗം ഓവർലോക്കും ചെയ്യാം, നല്ല ഭാഗത്തിനും ലൈനിങ്ങിനും. അതോടുകൂടി നമ്മുടെ പണി കഴിഞ്ഞു.